to my YouTube channel. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ തങ്കുച്ചിൻ്റെ എന്തായാലും ആനനെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു തങ്കുച്ചിൻ്റെ അപ്പ ഞങ്ങളെ വിട്ടത്. അപ്പോൾ സമയം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് നല്ല വർക്ക് ഫ്രം ഹോം എല്ലാം തന്നെയായിരുന്നു. പക്ഷെ രാവിലെ ദുബായ് ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഐ ഹാഡ് ലൈക്ക് കപ്പിൾ ഓഫ് hours. അപ്പോൾ ആ സമയത്ത് തങ്കുച്ചിനെ കൊണ്ടുപോയിട്ട് ആനനെ കാണിക്കാമെന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കോട്ടയിലാണ്. ഞങ്ങളൊരു രാവിലെ 8 മണിയായപ്പോൾ തന്നെ അവിടെ എത്തി. അവിടുത്തെ ഓപ്പണിംഗ് ടൈമേ 8 o'clock ആയിരുന്നു. അപ്പോൾ ഇത്ര നേരത്തെ എത്തിയതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സോ ടിക്കറ്റ് കൗണ്ടർ വാസ് എംപ്റ്റി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട് ആനക്കോട്ടയിലേക്ക്. സോ വി ഹാഡ് ടു ലീവ് അറൗണ്ട് 6 o'clock in the morning. 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ തങ്കുച്ചിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആനേനെ കാണാൻ പോകുന്ന എൻ്റെ ത്രില്ലിലായിരുന്നു മൂപ്പര്. ഞങ്ങൾ കയറി വരുമ്പം തന്നെ അവിടെ സൈഡിൽ തന്നെ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ മഴക്കാലമാണ് നാട്ടിൽ പോയതുകൊണ്ട് തന്നെ ഒരു മഴക്കാറും നനഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നടന്ന് എല്ലാ ആനയും അതിൻ്റെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് കുളിക്കലും പിന്നെ ഭക്ഷണം എടുത്ത് അവരവരുടെ കോട്ടയിൽ കൊണ്ടുവെക്കലും ഇതെല്ലാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങി. ഞങ്ങളെല്ലാവരും കുടയെടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മഴയത്തും ഒരു ചേട്ടൻ അവിടുന്ന് കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ അത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്ന് ആനേനെ നല്ലപോലെ കാണാനൊക്കെ പറ്റി. അതിൻ്റെ നടുക്ക് തങ്കുച്ചിന് പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു. തങ്കുന് 2 സൈഡിലും ആനയാ. അമ്മേ ആനേനെ കണ്ടപ്പോൾ തൊട്ടേ ഒന്നിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നായി തങ്കുച്ചിന്. ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആന ഭയങ്കര മഴ തുടങ്ങിയപ്പോഴേ ഡാൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ആളെ കൊണ്ടുപോകണം തന്നെയായി തങ്കുച്ചിന്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആനക്കും അവരവരുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സോ രാവിലെ ആയതുകൊണ്ട് അവരെന്നെ തലേ ദിവസം കഴിച്ച വേസ്റ്റെല്ലാം സൈഡോട്ടേക്ക് എടുത്തിടുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് കഴിക്കേണ്ട ഭക്ഷണം തുമ്പിക്കൈകൊണ്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ ഒരു ആന മാത്രമല്ല കേട്ടോ, കുറേ ആന ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം നടുക്ക് ഞങ്ങൾക്ക് വിചാരിക്കാണ്ട് ആനയെ തൊടാനും പറ്റിയേട്ടാ. ഈ ആനയായിരുന്നു കേട്ടോ ഞങ്ങൾ തൊട്ട ആന. പിന്നെ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഹാർഡായിരുന്നു സ്കിന്ന്. പിന്നെ പ്രതീക്ഷിക്കാണ്ട് തൊട്ടത് കൊണ്ട് തന്നെ അപ്പോൾ എന്താ ചെയ്യണ്ടേ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു ആനിമലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക എന്നെല്ലാം പറയുമ്പോൾ പിന്നെ ഇറ്റ് ഫെൽറ്റ് സുരിയൽ. പക്ഷെ ഇറ്റ് വാസ് ഫൺ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പിന്നെയും കുറച്ച് നിന്നു. പിന്നെ പാറാണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാ സ്ഥലത്തും കുറച്ച് സമയമെടുത്ത് ആനനെ നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ വന്നത്. തങ്കുച്ചിന് ഡാൻസ് കളിക്കുന്ന ആനനെ തന്നെയായിരുന്നു ഇഷ്ടം. ആളെ തന്നെ ആൾ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെയും പോയി അവിടെ ഇവിടെയെല്ലാം കുറേ ആനയുണ്ടായിരുന്നു. അപ്പോൾ ചില ആനേനെ പാപ്പാമാരെന്നെ അയ്യോ കുറച്ച് അങ്ങോട്ടേക്ക് മാറി എന്ന് കേട്ടൊന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളിന് തുമ്പിക്കൈയെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള പോലെ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ചു വന്നൊരു ആന ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ജൂനിയർ വിഷ്ണു എന്നായിരുന്നു. അപ്പോൾ ജൂനിയർ വിഷ്ണുവിനെയും ഞങ്ങൾക്ക് തൊടാനൊരു ഭാഗ്യം ഉണ്ടായിന്. അപ്പോൾ ആള് വെള്ളം സൈഡിലോട്ട് പോയി ആടെയൊന്ന് തൊട്ടു. തങ്കുച്ചി ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറിയെല്ലാം തൊട്ടിട്ട് സുന്ദരനായിട്ടായിരുന്നു ആൾ അമ്പൂന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ ആനനെ കണ്ടു അവിടെ. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് സ്വീറ്റ് ട്രിപ്പ്. എന്നാലും തങ്കുച്ചി വാസ് വെരി ഹാപ്പി. അതാണ് മോട്ടീവ് ഓഫ് പോയി നന്നായിട്ട് ചെയ്യാനുള്ളത്. We had a very short trip to Anakota. Hope you enjoyed the video. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദ അതർ വീഡിയോസ്.
പിന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് us by clicking the subscribe button. Thank you. Bye-bye. And subscribe.